പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നമ്മളെ എല്ലാം വേദനിപ്പിച്ചു. തണ്ണിമത്തൻ കഴിച്ചിട്ട് ഒരു കുടുംബത്തിലെ 4 പേരും മരിച്ചുപോയി എന്നുള്ള വാർത്ത. യഥാർത്ഥത്തിൽ ഇതിൻ്റെ വാസ്തവം എന്താ? അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ അതിൻ്റെ നിജസ്ഥിതി മനസ്സിലായി. എന്താ കാരണം? തണ്ണിമത്തൻ കഴിച്ചാൽ പ്രശ്നമുണ്ടോ? തണ്ണിമത്തൻ ശരീരത്തിന് ഗുണമോ ദോഷമോ? ഈ ചൂട് കാലത്ത് തണ്ണിമത്തൻ കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? പ്രത്യേകിച്ച് യുവാക്കളായ സഹോദരങ്ങൾക്ക് ഈ ഒരു ഫ്രൂട്ട് കഴിക്കുന്നതിലൂടെ ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എപ്രകാരമായിരുന്നു ഈ ഒരു ഫ്രൂട്ടിനോടുള്ള ഇഷ്ടം? ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. ഇരുലോക ആഫിയത്തും ബറക്കത്തും നമുക്കും പ്രത്യേകിച്ച് അൻവാർ എഫ്എസിൻ്റെ കുടുംബം കമൻറ്റിൽ സന്തോഷം പറഞ്ഞു പോകുന്ന ക്ലാസ് കേൾക്കുന്ന എല്ലാവർക്കും അല്ലാഹു നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസം അല്ലാഹു മാറ്റട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഒരുപാട് നിഅമത്തുകൾ ഡെയിലി നമുക്ക് നേരെ തുറന്ന് നൽകുകയാണ്. ഈ നിഅമത്തുകളെ നമ്മൾ യഥേഷ്ടം സന്തോഷത്തോടുകൂടെ റാഹത്തോടുകൂടെ വിനിയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹു എല്ലാ നിഅമത്തുകളും ദായിമാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നമ്മുടെ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടു. അതായത് നമ്മുടെ മനസ്സിന് വല്ലാത്ത വേദന തോന്നുന്ന വാർത്തയാണ്. എന്താ വാർത്ത? തണ്ണിമത്തൻ കഴിച്ച് ഒരു കുടുംബത്തിലെ 4 പേർ മരണമടഞ്ഞു എന്ന വാർത്തയാണ്. 4 പേര് മരിച്ചുപോയി. അതിൻ്റെ സത്യാവസ്ഥ എന്താ? അത് അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം എന്താണ് വാസ്തവം എന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്ന തരത്തിൽ വാർത്തകൾ വന്നു. ഒരുപാട് പേര് ഭയപ്പെട്ടു. പടച്ചോനെ, തണ്ണിമത്തൻ ഇന്നും കൂടെ വാങ്ങിയതാണല്ലോ അല്ലാ, നാളെ വാങ്ങാനിരുന്നതാണല്ലോ പടച്ചോനെ, ഇനി അത് വാങ്ങിയാൽ പ്രശ്നമാകുമല്ലോ, മരിച്ചു പോകുമല്ലോ എന്നൊരുപാട് പേര് ഭയപ്പെട്ടു. പല ആളുകളും അതിനുശേഷം പിന്നെ വാങ്ങാതെയായി. ഒരാൾ കമൻറ്റ് പറഞ്ഞത് ഓഫർ കണ്ടിട്ടും വാങ്ങിയില്ല, കാരണം മരിച്ചു പോകുമല്ലോ എന്ന് പേടിച്ച്. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, എന്താണ് ആ കുടുംബക്കാർക്ക് സംഭവിച്ചത്? അതിൻ്റെ പ്രാഥമിക നിഗമനമാണ് ഭക്ഷ്യവിഷബാധയെ തുടർന്നാണ് സംഭവിച്ചത്. ഒരു പാർട്ടി നടന്നു, അങ്ങനെ മട്ടൻ പുലാവാണ് അവിടെ പിന്നെ ഉണ്ടായിരുന്നത് മെയിൻ. അതെല്ലാം കഴിച്ചു. അതിനുശേഷം ഈ കുടുംബത്തിലുള്ളവർ തണ്ണിമത്തൻ കഴിച്ചു. അങ്ങനെയാണ് അവർ ശരീരത്തിന് അസ്വാസ്ഥ്യമുണ്ടായി. അവർ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റാകുന്നു, ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യുന്നു. പിന്നെ ശരീരം അസ്വസ്ഥതയിലേക്ക് പോകുന്നു. 4 പേരും മരണമടയുന്നു. ഈ ഒരു വാർത്തയാണ്. ഈ ഒരു വാർത്തയെ തുടർന്നാണ് എന്താണ് വാസ്തവം എന്നറിയാതെ പ്രശ്നമുണ്ടായത്. അവിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം പിന്നെയുള്ള വാർത്തകൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, തണ്ണിമത്തൻ കഴിച്ചതിൻ്റെ പേരിലല്ല മരണം നടന്നത്. അതായത് തണ്ണിമത്തനിൽ കളറിന് വേണ്ടി, കൂടുതൽ മധുരത്തിന് വേണ്ടി ആഡ് ചെയ്യുന്ന കെമിക്കലുകൾ, ആ കെമിക്കലുകൾ ഉള്ളിൽ ചെന്നിട്ടാകാം മരിച്ചത് എന്നുള്ള നിഗമനങ്ങളും സംസാരങ്ങളുമാണ് ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ അതൊന്നുമല്ല അവിടെ കാരണമായത്. അവിടെ കാരണമായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അവരുടെ ഈ 4 പേരുടെയും ആന്തരികാവയവങ്ങൾ നീല നിറമായിരുന്നു എന്നാണ്. അതായത് വിഷം, കൃത്യമായി വിഷം ഉള്ളിൽ ചെല്ലുമ്പോഴാണ് അങ്ങനെയൊരു കളർ മാറ്റം ഉണ്ടാകുന്നത്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അവരുടെ ശരീരത്ത്, പ്രത്യേകിച്ച് മുതിർന്നവരുടെ ശരീരത്തിൻ്റെ ഉൾഭാഗത്ത് തന്നെ പരിശോധനയിൽ അവരുടെ ആമാശയത്തിൽ കണ്ടത് മോർഫിൻ്റെ സാന്നിധ്യം കണ്ടു എന്നുള്ളതാണ്. മോർഫിൻ്റെ സാന്നിധ്യം അവിടെ കണ്ടു. അപ്പോൾ ഈ വേദന സംഹാരി ഗുളികകൾ ഒരു പരിധി വിട്ട് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അളവിൽ കൂടുതൽ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അടയാളങ്ങൾ കണ്ടു എന്നതിൻ്റെ ഒരു സൂചനയൊക്കെയാണ് മനസ്സിലാകുന്നത്. അത് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, എന്താണ് ഇവിടെ സംഭവിച്ചത്? ആരാണിവിടെ പ്രശ്നക്കാരാരാണ്? എങ്ങനെയാണ് സംഭവിച്ചത്? പലരും പറയുന്നവർ സ്വന്തം ആത്മഹത്യ ചെയ്തതാകാം. അപ്പോൾ നിഗമനങ്ങൾ വരുന്നു, അങ്ങനെ പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അവർ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റാകുന്നുണ്ട്, മറ്റുള്ള ബന്ധുക്കളോട് വിളിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയോ, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ എല്ലാവരും കഴിച്ച ഭക്ഷണത്തിലാണോ പ്രശ്നമുള്ളത് എന്ന് സംശയിച്ചിട്ടാണ് ഇതൊക്കെ അന്വേഷിക്കുന്നത്. യഥാർത്ഥത്തിൽ സ്വന്തം ജീവൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇത്തരം നടപടികളിലേക്കൊന്നും പോകാൻ സാധ്യതയില്ലല്ലോ. ഏതായിരുന്നാലും അന്വേഷണങ്ങൾ നടക്കട്ടെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും നമ്മൾ ഇക്കൂട്ടത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഈ തണ്ണിമത്തൻ കഴിക്കുന്നതിലൂടെ അതിനകത്ത് ചേർത്തിട്ടുള്ള കളറുകൾ, അല്ലെങ്കിൽ അതിൽ മധുരത്തിന് വേണ്ടി ചേർക്കുക എന്ന് പറയുന്നത്, അത് സർവ്വസാധാരണമായി ഒരു ചൂടുകാലം വരുമ്പോൾ, തണ്ണിമത്തൻ്റെ സീസൺ കാലം വരുമ്പോൾ ഇങ്ങനെയുള്ള പല വാർത്തകളും വരാറുണ്ട്. അതിൽ വാസ്തവമുണ്ടെങ്കിൽ, അതിൽ അപകടകരമായ കളറിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ഇഞ്ചക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, മധുരത്തിന് വേണ്ടി ഇഞ്ചക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്.
അത് ഏറ്റവും വലിയ അക്രമമാണ്. അത് മരണം സംഭവിച്ചില്ലെങ്കിൽ പോലും സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകുന്ന തരത്തിൽ കച്ചവടത്തിന് വേണ്ടി അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിന് വേണ്ടി അത്തരം നടപടികൾ ആര് നടത്തിയാലും തീർച്ചയായും അത് ഗുണത്തിലേറെ ദോഷമാണ്. ആ ക്യാഷ് കൊണ്ട് ആളുകളെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് കിട്ടുന്ന, ജനങ്ങളെ രോഗിയാക്കിക്കൊണ്ട് കിട്ടാൻ പോകുന്ന ആ ഒരു രൂപ പോലും പ്രിയപ്പെട്ടവരെ ദുനിയാവിലും ആഖിറത്തിലും ഒരാൾക്കും ഉപകരിക്കില്ല. കാരണം ഇതെല്ലാം നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. അപ്പോൾ ഏതായിരുന്നാലും അത്തരങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കുഴപ്പമാണ്. പ്രശ്നങ്ങളില്ലെങ്കിൽ, അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു ഉറപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അത്തരം വിശ്വസ്തതയുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഫ്രൂട്ടാണ് തണ്ണിമത്തൻ. നമ്മൾ പറയാൻ കാരണം, ഇത് പേടിച്ചുകൊണ്ട് ഇനി തണ്ണിമത്തൻ തൊടുന്നേയില്ല എന്ന് പറയുന്ന ചില ശൈലികളൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെയല്ല. പ്രത്യേകിച്ച് ചില നാടുകളിൽ നല്ല നാടൻ തണ്ണിമത്തൻ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമുക്കറിയാം കൃത്യമാണ്, അതൊക്കെ നമുക്ക് കിട്ടുന്നതിൽ പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ സന്തോഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ടുകളിൽ പ്രധാനപ്പെട്ടത് തണ്ണിമത്തനായിരുന്നു എന്ന്, മുന്തിരി അവിടെ നിന്ന് വല്ലാത്ത ഇഷ്ടമായിരുന്നു എന്ന് നമുക്ക് ഹദീസിൽ കാണാം. അതേപോലെ തന്നെ ഫത്ഹുൽ ബാരി അടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. വകാന അഹബ്ബുൽ ഫാക്കിഹത്തി ഇലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടായിരുന്നു തണ്ണിമത്തൻ. വലിയ ഇഷ്ടമായിരുന്നു എന്നാണ് പറയുന്നത്. ആയിഷ ബിബി റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, അക്കലൽ ബിത്തീഖ ബിർറുതബി, ഈത്തപ്പഴവും തണ്ണിമത്തനും ചേർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിക്കുമായിരുന്നു. അവിടുത്തെ ഇഷ്ടമാണത്, അതുകൊണ്ടാണല്ലോ കഴിക്കുന്നത്. അങ്ങനെ ചെയ്യുമായിരുന്നു എന്നെല്ലാം കാണാം. മാത്രമല്ല ഒരു മനുഷ്യന് ശാരീരികമായി ഉണ്ടാകുന്ന ഒരുപാട് ബെനിഫിറ്റുകൾ തണ്ണിമത്തൻ കഴിക്കുന്നതിലൂടെ ഉണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ടത്, നല്ല സാധനമാണെങ്കിൽ കേടുവന്നത് കഴിക്കണമെന്നോ കെമിക്കൽ കഴിക്കണമെന്നോ ഞാൻ പറയുന്നില്ല. സാധനം സംഗതി നല്ലതാണെങ്കിൽ, ഇപ്പോൾ അതിനകത്തേക്ക് സൂചിയൊക്കെ വച്ചിട്ട് ഇഞ്ചക്റ്റൊക്കെ ചെയ്തിട്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള കൃത്രിമം, പുറമേന്ന് കൃത്രിമം കാണിച്ചാൽ തീർച്ചയായിട്ടും എന്താ സംഭവിക്കുക? ഇപ്പം നമ്മളൊരു തണ്ണിമത്തം വാങ്ങുക, എന്നിട്ട് ഒരു വളരെ മൈന്യൂട്ടായ ഒരു ചെറിയ സൂചിയാണെങ്കിൽ പോലും അതിനകത്തേക്ക് ചുമ്മാ ഒന്ന് കയറ്റിയിട്ട് ഇറക്കിയാൽ പോലും ആ ഭാഗം ചീഞ്ഞ് നാശമായി പോകും. ആകുമല്ലോ. ഞാനൊക്കെ അങ്ങനെ മനസ്സിലാക്കുന്നവരാണ്. ചീഞ്ഞ് നാശമായി നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. പിന്നെ ഇത്രയും വലിയ ലോഡുകളിലെല്ലാം ഇതൊക്കെ ചെയ്ത് അവസാനം എത്ര ദിവസം കഴിഞ്ഞിട്ട് നമ്മളെ കയ്യിൽ കിട്ടുന്നത്? നമ്മുടെ കയ്യിൽ കിട്ടി നമ്മൾ തിരിച്ചും മറിച്ചും നോക്കിയാൽ അവിടെ സൂചിയുടെ അടയാളം ഒന്നും കാണുന്നില്ല. പിന്നെ അതല്ലാത്ത തരത്തിൽ എന്തെങ്കിലും മരുന്നുകൾ ആഡ് ചെയ്യുന്നുണ്ടോ? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, ഈ പിന്നെ ഭയപ്പാടിൻ്റെ പേരിൽ ഈ വിഷയം നമ്മൾ പൂർണ്ണമായിട്ട് മാറ്റിവെച്ച, പ്രത്യേകിച്ച് ഈ ചൂട് സീസണാണ്, നമുക്ക് നിർജ്ജലീകരണം ഉണ്ടാകുന്ന, പിന്നെ ശരീരത്ത് വെള്ളത്തിൻ്റെ കുറവുണ്ടാകുന്ന ഒരു ശൈലിയൊക്കെ ഈ സമയത്ത് കാണുന്നുണ്ട്. അതെല്ലാം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുന്ന, അത്തരം പ്രയാസങ്ങളൊക്കെ നമുക്ക് തടഞ്ഞു വെക്കാൻ കഴിയുന്ന എഫക്റ്റീവായൊരു ഫുഡാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഫ്രൂട്ട് തണ്ണിമത്തൻ, വാട്ടർ മെലൻ, പേര് തന്നെ അങ്ങനെയാണ്, വെള്ളത്തിൻ്റെ ഏറ്റവും വലിയ അംശമാണ്. ഈ വാട്ടർ മെലൻ കഴിക്കുക എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് ത്വആമാണ്, ശറാബാണ്, നല്ല ഫുഡാണ്, ഭക്ഷണമാണ്. അതേപോലെ തന്നെ വെള്ളമാണ്, ഭക്ഷണവും വെള്ളവുമാണ്, അതേപോലെ തന്നെ സുഗന്ധവുമാണെന്ന് പറഞ്ഞു പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കിതാബ് തിബ്ബിലൊക്കെ കാണാം ഇമാം ദഹബി തങ്ങളുടെ, ഇത് ഭക്ഷണമാണ്, വെള്ളമാണ്, നല്ല സുഗന്ധമാണ്. അതേപോലെ തന്നെ അതിൻ്റെ ബെനിഫിറ്റ് പറയുന്നത്, അത് മൂത്രാശയത്തെ ശുദ്ധീകരിക്കും, മൂത്രാശയത്തെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല ഒരു മരുന്ന് പോലെയാണ് ഏത്? തണ്ണിമത്തൻ. അത്ര ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഉദരത്തെ, വയറിനെ ശുദ്ധീകരിക്കാൻ ഏറ്റവും നല്ല ഫുഡാണ് ഏത്? തണ്ണിമത്തൻ. വയറിനെ ശുദ്ധീകരിക്കും. അതേപോലെ തന്നെ കൗണ്ട്, ഇപ്പോൾ പുരുഷന്മാരിൽ പ്രത്യേകിച്ച് ന്യൂജനിൽ സഹോദരന്മാരിൽ ഒരുപാട് പേർക്ക് പ്രശ്നം ഏതാ? ഈ കൗണ്ട് കുറവ്, അല്ലെങ്കിൽ ശുക്ലത്തിൻ്റെ അളവ് കുറവ്, മറ്റു പ്രയാസങ്ങളെല്ലാം അത് കൃത്യമായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ്, ഹെൽത്തി ഫ്രൂട്ടാണ്, ടേസ്റ്റിയാണ് തണ്ണിമത്തൻ എന്ന് പറയുന്നത്. അപ്പോൾ ശുക്ല വർധനവുണ്ടാകാൻ ഇത് കാരണമാകും. അതേപോലെ തന്നെ സംയോഗത്തിനുള്ള ഒരു പ്രത്യേകമായ ആരോഗ്യവും സഹായവും ഈ ഒരു ഫ്രൂട്ടിലൂടെ കിട്ടും. സംയോഗത്തിനുള്ള ഒരു പ്രത്യേകമായ ഗുണങ്ങൾ എമ്പാടും ഇതിലൂടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ നന്നാക്കും, സ്കിന്നൊക്കെ നന്നായിട്ട് തിളങ്ങും. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നവരാണെങ്കിൽ പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും നമ്മുടെ തൊലിയിൽ, സ്കിന്നിൽ അതിൻ്റെ ഒരു തിളക്കവും അതിൻ്റെ ഒരു മനോഹാരിതയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ശരീരത്തിന് നല്ല ചൂട് സീസണിൽ ശരീരം ഒന്ന് തണുക്കുന്ന ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാകാനൊക്കെ കാരണമാകും. പിന്നെ ശരീരത്തിൽ ജലാംശം കൂടുന്ന അവസ്ഥകളെല്ലാം ഉണ്ടാകും. പിന്നെ വെയിറ്റ് ലോസ്, ഒരു നേരത്തെ ആഹാരം തണ്ണിമത്തനാക്കുക, തണ്ണിമത്തനും ഈത്തപ്പഴവും ചേർക്കുക, ഒരു നേരത്തെ ഫുഡാക്കുക.
അതൊക്കെ വെയിറ്റ് ലോസിന് കാരണം അത് ശരീരത്തിന് ഒരുപാട് ഈ മധുരത്തിൻ്റെ പഞ്ചസാരയുടെ പ്രയാസങ്ങൾ കൂട്ടുന്ന അവസ്ഥ, അത് നമുക്ക് വലിയ പ്രയാസമാണ്. നമ്മൾ പലപ്പോഴും കഴിക്കുന്ന ചോറായാലും മറ്റു ഫുഡായാലും അതൊക്കെ കൂടുതൽ പഞ്ചസാരയുടെ അംശങ്ങൾ ചേരുന്നൊരവസ്ഥയുണ്ട്. അതേപോലെ തന്നെ ഫാറ്റ് കൂടുന്ന അവസ്ഥ. ഇതൊന്നും എവിടെ വരുന്നില്ല? തണ്ണിമത്തിൽ വരുന്നില്ല. പിന്നെ ഷുഗർ ബാധിച്ച ആളുകൾക്ക് തണ്ണിമത്തൻ കഴിക്കാൻ പാടുണ്ടോ എന്നൊക്കെ സാധനം നമ്മൾ ചോദിക്കാറുണ്ട്. ഒരു നേരത്തെ ഫുഡായിട്ട് അത് കഴിക്കുക. സാധാരണ ഒരു നേരം നമ്മൾ അരിയാഹാരമോ അരിയുടെ മറ്റ് ഫുഡോ കഴിക്കുന്നവരാണ്. ആ സ്ഥാനത്തേക്ക് ഇത് കയറ്റി കൊടുക്കുക, കുഴപ്പമുണ്ടാകില്ല. പിന്നെ ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യുക. അത്യാവശ്യം ഒരു കഷ്ണം കഴിക്കുന്നു, കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുക. കാരണം ഒരുപാട് ബെനിഫിറ്റുള്ള ഫുഡാണ്, ഫ്രൂട്ടാണ്. അപ്പോൾ ചേർത്തി മനസ്സിലാക്കുക. അപ്പോൾ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, അടയാളപ്പെടുത്തേണ്ട ഒരു കേസ്, നമ്മൾ പിന്നെ ഈ ഫുഡ് പോയ്സൺ എന്ന് പറയുന്നത് ഇപ്പോൾ പലപ്പോഴും ഭക്ഷ്യവിഷബാധ നമുക്ക് തിരിച്ചറിയാൻ പെട്ടെന്ന് ശരീരം റിയാക്ട് ചെയ്യുന്ന തരത്തിൽ അളവിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ പതുക്കെ അത് സൈലൻ്റായിട്ട് നമ്മളെ കില്ല് ചെയ്യുന്ന, കൊന്നുകളയുന്ന വിഷാംശങ്ങളും കെമിക്കൽസും ഉണ്ടാകും. ഇതില്ലാത്തൊരു ഫുഡ് കിട്ടാത്തൊരു കാലമാണ്. ഫ്രൂട്ട് വാങ്ങിയാലും അതിനകത്തുണ്ടാകും, മറ്റ് ഫുഡുകൾ കഴിച്ചാലും അതിനകത്തുണ്ടാകും, എല്ലാം ഉണ്ടാകുന്നൊരവസ്ഥയാണ്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക? നമ്മൾ പരിശുദ്ധമായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മാത്രം പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നവരാണ്. അത് പോരാ. ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് പറയുന്ന മനോഹരമായ ആ ബിസ്മി അങ്ങനെ തന്നെ ഈ ദിക്ർ ചൊല്ലിയിട്ട് ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ സൈഡ് എഫക്റ്റ്, അതിൻ്റെ പോയിസൺ അറിയാതെ, അറിഞ്ഞുകൊണ്ട് കഴിക്കണം എന്നല്ല, അറിയാതെ ഉണ്ടെങ്കിൽ അള്ളാഹു അതൊക്കെ നിർവീര്യമാക്കി കളയും. അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. ഭക്ഷണം കഴിച്ചതിന് ശേഷം അൽഹംദുലില്ലാ പറയുന്നതിനോട് കൂടെ തന്നെ എന്തു പറയണം? പരിശുദ്ധമായ സൂറത്തുൽ ഖുറൈസ് ലി ഈലാഫി ഖുറൈസിൻ ഈലാഫിഹിം, ആ സൂറത്തുൽ ഖുറൈസ് ഈലാഫി ഖുറൈശിൻ സൂറത്ത് ഒരു വട്ടം നമ്മൾ പാരായണം ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ മാത്രം വലിച്ചെടുക്കും, അതിൻ്റെ പോയിസൺ അംശങ്ങളെല്ലാം തള്ളിക്കളയും. ഇതൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കുക പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഏതായിരുന്നാലും ആ കുടുംബത്തിൻ്റെ വേദന നമ്മുടെ എല്ലാം വേദനയാണ്. അള്ളാഹു ആ കുടുംബത്തിന് ഈ ഒരവസ്ഥയിൽ ആരുടെയെങ്കിലും ചതിയിലും കെണിയിലും പെട്ടുപോയവരാണെങ്കിൽ അള്ളാഹുർക്ക് ശുഹദാക്കളുടെ പദവി കൊടുക്കട്ടെ. അവരുടെയും നമ്മുടെയും തെറ്റുകൾ അള്ളാഹു പൊറുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله